ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലെ? നല്ലൊരു വീട്, സാമ്പത്തിക സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ കുടുംബത്തിന് സുരക്ഷിതമായ ജീവിതം ഒക്കെ അല്ലെ? യെസ് ഓർ നോ ഒന്ന് ടൈപ്പ് ചെയ്തെന്ന് താഴെ തന്നെ ഫസ്റ്റ് യെസ് ഓർ നോ. പക്ഷേ പലപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പക്ഷെ ഒന്നും നടക്കില്ല. ഇങ്ങനെ പറയാറുണ്ടല്ലോ അല്ലെ? പക്ഷേ ഒരു വലിയ സത്യം ഞാൻ പറയട്ടെ. ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കാത്തത് നമുക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, മറ്റൊരു കാര്യമാണ് അതിനെ തടസ്സപ്പെടുത്തുന്നത് എന്നുള്ള. ലോകത്തിലെ വലിയ വിജയികളുടെ ജീവിതം നോക്കിയാൽ അവർക്കൊക്കെ ഒരു ശക്തമായ ഗുണമുണ്ടായിരുന്നു. അതൊന്നറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അവർ അവരുടെ എന്തോ ഒന്നിനെ കൃത്യമായി പരിപാലിച്ചു എന്നതാണ്. അപ്പോൾ ആ വിഷയമാണ് നമ്മൾ ഈ വീഡിയോയിൽ മുഴുവനായി സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവൻ കാണുക. അപ്പോൾ അതിപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുക എന്നതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കടക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഒരു വലിയ സത്യം മനസ്സിലാക്കാൻ പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, ജീവിതത്തിൽ ലഭിക്കുന്ന കാര്യങ്ങൾ പുറമേത്തുള്ള ലോകത്തിൽ നിന്ന് മാത്രം വരുന്നതല്ല എന്നും അത് ആദ്യം നമ്മുടെ മനസ്സിലാണ് രൂപപ്പെടുന്നതെന്നും നിങ്ങളിന്ന് മനസ്സിലാക്കാൻ പോകുന്നു. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മൾ എന്താണ് ശക്തമായി ആഗ്രഹിക്കുന്നത്, നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്, ഇവയെല്ലാം ചേരുന്നപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ ദിശ നിർമ്മിക്കുന്നത്. അതിനാലാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ജീവിതത്തിന്റെ ബ്ലൂ പ്രിന്റ് ആണ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ പരാജയത്തിന് ചിത്രം വരച്ചാൽ ജീവിതം തന്നെ അത് പിന്തുടരുമെന്നുള്ളതാണ്. ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സിൽ നിങ്ങളോടൊക്കെ സംവദിക്കുന്നത് ഇതിനെപ്പറ്റി ഒരേ ഒരു കാര്യമാണ്. അവനവന്റെ മനസ്സിന് വിജയിക്കുന്നവൻ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ എന്നുള്ളത്. പക്ഷെ നിങ്ങളൊരു വിജയത്തിന് ചിത്രം വരച്ചാൽ നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടെ അവസരങ്ങളും ആ ദിശയിലേക്ക് തന്നെ പോകാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കണം. ഒരു ശക്തമായ കാര്യം പറയട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വരാത്തതിന് ഒരു വലിയ കാരണമുണ്ട്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിലും അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ആണോ അല്ലേ? യെസ് ഓർ നോ? ഞാൻ പറയുന്നത് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ല? ഒന്ന് ടൈപ്പ് ചെയ്ത് താഴെ. നമ്മൾ പലപ്പോഴും പറയുന്നൊരു വാക്ക്, നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് എൻ്റെ ഭാഗ്യത്തിലില്ല, എനിക്കത് സാധിക്കില്ല, എനിക്ക് അത്രയും സാധിക്കില്ല എന്നുള്ള ഒരുപാട് കാര്യം. ഈ വാക്കുകൾ നമ്മുടെ മനസ്സിന്റെ വാതിലുകൾ അടയ്ക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ പറയാൻ തുടങ്ങുക, എനിക്കത് സാധിക്കും, എൻ്റെ ജീവിതത്തിൽ അവസരങ്ങൾ വരുന്നു, അപ്പോൾ നിങ്ങളുടെ മനസ്സ് തന്നെ പുതിയ വഴികൾ തുറക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് സത്യം. ഓർമ്മിക്കുക, വിശ്വാസമില്ലാത്ത ആഗ്രഹം ഫലത്തിലേക്ക് എത്തില്ല എന്നുള്ള ലളിതമായ തത്വം. അപ്പോൾ നമുക്ക് ബാക്കി കണ്ടിന്യൂ മനസ്സിലാക്കാം ചില തത്വങ്ങൾ. എന്താണ് സാധാരണക്കാരായിട്ടുള്ള ഈ പണവുമായിട്ടുള്ള അവസ്ഥ എന്ന്? അത് ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ആഗ്രഹം ഒരു സാധാരണ ചിന്ത മാത്രമല്ല എന്ന് നിങ്ങൾക്കറിയണം. ഇതൊരു ശക്തമായ മാനസിക ഊർജമാണ് എന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യം വളരെ വ്യക്തമായി ആഴത്തിൽ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അത് നേടാനുള്ള വഴികൾ അന്വേഷിക്കാൻ തുടങ്ങുന്നുവെന്ന്. ഇത് നമ്മൾ പലപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് നേരത്തെ കഴിഞ്ഞ 2 വീഡിയോസ് ഞാൻ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ലോ ഓഫ് അട്രാക്ഷന്റെ വളരെ വിശദമായി തന്നെ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, അഡ്വാൻസ് ലോ ഓഫ് അട്രാക്ഷൻ, ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ, അങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ മാത്രമായിട്ട് ഒരുപാട് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. ഇതിലൂടെ കയറി വന്ന മാത്രം നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മുടെ എന്താണ് യഥാർത്ഥത്തിൽ ആഗ്രഹമെന്നും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും അടക്കം ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ പുസ്തകം തന്നെ ഇവിടെ ഉണ്ട്. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ശാസ്ത്രീയ വഴികൾ എന്ന് പറഞ്ഞ പുസ്തകം നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. അഡ്മിൻ വിളിച്ച പുസ്തകങ്ങളായിട്ട് നമ്മൾ കോഴ്സുകളൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇതൊക്കെ വളരെ വിശദമായി തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ക്ലാസ്സുകളുണ്ട്. ആപ്പിലാണ് നമ്മുടെ ക്ലാസ്സുകൾ. അതുകൊണ്ട് നിങ്ങൾക്ക് യാത്രയിലും എവിടെ ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. വളരെ ലളിതമായ രീതിയിലെല്ലാം. ഇതുപോലെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വളരെ ലളിതമാണെന്ന് തോന്നാറുണ്ടോ അല്ലെ ടഫ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഒന്ന് താഴെ നിന്ന് കമന്റ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ യെസ് എനിക്ക് ഇഷ്ടമാണ് ഈ വീഡിയോ എന്ന് പറയാ. ഇഷ്ടമല്ലെങ്കിൽ എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്നും കൂടി ഒന്ന് പറഞ്ഞേക്കുക. കാരണം അത് എനിക്ക് നല്ലൊരു കാര്യമാണ്. നിങ്ങൾ നല്ലതാണോ മോശമാണോ സ്വീകരിക്കുന്ന മനസ്സിലാണ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ സത്യത്തിൽ ഇത് നമ്മുടെ മനസ്സിന്റെ സ്വാഭാവികമായ പ്രവർത്തനമാണ് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് കൃത്യമായി പ്ലാൻ ചെയ്യുക, ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ള പറയും. ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ.
നിങ്ങളൊരു പുതിയ കാറ് വാങ്ങണമെന്ന് ശക്തമായി തീരുമാനിച്ചാൽ അത് വാങ്ങുന്നത് വരെ നിങ്ങളുടെ മനസ്സ് ശാന്തമാകില്ല എന്നുള്ള സത്യം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ കൂടുതൽ അവസരങ്ങൾ കാണാൻ തുടങ്ങുന്നു, നിങ്ങൾ കൂടുതൽ പണം സമ്പാദിക്കാനുള്ള വഴികൾ അന്വേഷിക്കുന്നു, നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ആഗ്രഹം ശക്തമായാൽ വഴികൾ സ്വയം പ്രത്യക്ഷപ്പെടുമെന്ന്. ജീവിതം പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങളുടെ ശക്തി പരിശോധിക്കാനാണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെയാണ് ഞാൻ പറയുന്ന പ്രധാനമായ കാര്യം, നമുക്ക് എപ്പോഴും വിഷ്വലൈസേഷൻ പവറിനെ പറ്റി അറിയാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം മനസ്സിൽ കാണാൻ പഠിക്കണം. നിങ്ങൾ സമ്പന്നനായ ജീവിതം, സന്തോഷമുള്ള ജീവിതം, സ്വാതന്ത്ര്യമുള്ള ജീവിതം, അത് വ്യക്തമായി മനസ്സിൽ കാണാൻ സാധിക്കണം. കാരണം നമ്മുടെ മനസ്സ് നമ്മൾ പലതവണ കാണുന്ന ചിത്രങ്ങളുടെ യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ കാണുന്ന ചിത്രങ്ങൾ മാത്രമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ലോകത്തിലെ വലിയ വിജയികൾ ഒരു രഹസ്യം ഉപയോഗിക്കാറുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അവർ അവരുടെ ഭാവിയെ ആദ്യം അവരുടെ മനസ്സിൽ കാണുന്നു എന്നുള്ള സത്യം. അവർ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല എന്നുള്ള തത്വത്തിലാണ് അവർ ജീവിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വലിയ ജീവിതം കാണാൻ കഴിയുന്നുവെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ വലിയ ജീവിതം കാണാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അത് നേടാൻ ശ്രമിക്കില്ല എന്നുള്ള തത്വം. അതുകൊണ്ട് തന്നെ ഓർമ്മിക്കുക, വലിയ ജീവിതം വലിയ ചിന്തകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് അലൈൻമെന്റ് എന്ന് പറയും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. നന്ദി പറയുന്ന മനസ്സാണ് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴുമുള്ള നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയണം. നിങ്ങളുടെ മനസ്സ് കുറവിൽ നിന്ന് സമൃദ്ധിയിലേക്ക് മാറാനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണത്. ഈ മനോഭാവമാണ് കൂടുതൽ അവസരങ്ങളെയും സമ്പത്തിനെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വെൽത്ത് മാസ്റ്ററി ഹബിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ കാണാനായിട്ട് നിങ്ങൾക്ക് ലിങ്കുകളും മറ്റും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലോ അംഗമായി മാറുക, എന്നിട്ട് ദിവസവും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള അറിയിപ്പിക്കാനുള്ള മറ്റു കോഴ്സുകളൊക്കെ ഡീറ്റെയിൽസുകളൊക്കെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടും. അതൊന്ന് നോക്കുക, എന്നിട്ട് മനസ്സിലാക്കാതെ. ഇന്ന് മറ്റൊന്നുമല്ല. അപ്പോൾ ചാനൽ ഇത്രയും കേട്ട വീഡിയോസ് നിങ്ങൾക്ക് ഗുണകരമായി എന്ന് തോന്നുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു വലിയ സത്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് വെറും ഭാഗ്യം കൊണ്ടല്ല, അത് നിങ്ങളുടെ ചിന്തകളുടെയും വിശ്വാസങ്ങളുടെയും പ്രവർത്തനത്തിന്റെയും ഫലമായിട്ട് മാത്രമാണ് സംഭവിക്കുന്നതെന്നും നിങ്ങൾ ഈ വിഷയത്തിൽ കൂടുതൽ പഠിക്കണമെന്നും തോന്നുമെങ്കിൽ നമ്മൾ നടത്തുന്ന മറ്റു ക്ലാസ്സുകളിൽ ലോ ഓഫ് അട്രാക്ഷനും വെൽത്ത് ക്രിയേഷൻസ് ക്ലാസ്സസിലൊക്കെ പങ്കെടുക്കുക. നിങ്ങളുടെ ചിന്തകളും വിശ്വാസങ്ങളും നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ മാറ്റാൻ സാധിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റപ്പെടുത്താൻ മാത്രം മതി. അപ്പൊ വീഡിയോ ഒന്നുകൂടി പറയുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം മനോഹരമായി മാറാനായിട്ട് സാധിക്കട്ടെ. അതിനായി എനിക്ക് സാധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്നതായിരിക്കും മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ദിനേശ് സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്.